തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശക്തൻ തമ്പുരാൻ നഗർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആകാശപാത, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ AC സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആകാശപാത. അത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് വളരെയധികം ആളുകളാണ് ഇതിൽ വൈകിയ സമയങ്ങളിലെത്തി സന്തോഷത്തോടെ ഇതിൽ ചെലവഴിക്കുന്നത്. ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റിംഗ് സംവിധാനവും സ്റ്റെയർ കേസും ഒക്കെയായി വളരെ ഭംഗിയായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന് തന്നെ ഓണം ഫെസ്റ്റ് നടക്കുകയാണ്. ഓണം ഫെസ്റ്റ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത്. ഇത് പൂക്കളുടെ ഒരു വലിയ ദൃശ്യം ഇവിടെ കാണാമെന്നാണ് ഇവിടെ എത്തിയപ്പോൾ ഇവർ പറയുന്നത്. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. വെയിലായതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും വളരെയധികം ആളുകളാണ് ഇവിടെ എത്തിച്ചേരും എന്നിവർ പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ആകാശപാതയുടെ ചില ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് നോക്കി കാണാം. ഇവിടെ ഇതിലേക്ക് കയറുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ലിഫ്റ്റുണ്ട്. അതിനും നമുക്കതിലേക്ക് യാത്ര ചെയ്യാം. വളരെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. വാഹനങ്ങൾ ഇവിടെ ഈ റൗണ്ടിൽ ഇങ്ങനെ വളരെ ഭംഗിയായ രീതിയിലാണ് ആ ട്രാഫിക്കിൽ ഇത് കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു സംവിധാനമായിട്ടാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. നല്ല ആകാശ ദൃശ്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ആകാശപാതയിലേക്ക് പോകുന്ന സ്റ്റെപ്പ് കയറിയുള്ള യാത്ര. അതിനോടൊപ്പം തന്നെ ലിഫ്റ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലിഫ്റ്റിൽ കയറി വരുമ്പോൾ തൃശ്ശൂർ ഓണം ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. വളരെ രസാവഹമായ ഒരു കാഴ്ച. ഓണവുമായിട്ട് തൃശ്ശൂരിൻ്റെ മണ്ണിൽ, ശക്തൻ്റെ മണ്ണിൽ വളരെ മനോഹരമായിട്ടാണിത് ഒരുക്കിയിട്ടുള്ളത്. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൻ്റെ ഈ കാഴ്ച നിങ്ങൾ എത്തി ഇത് കാണണം. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ സുന്ദരമായ ഒരു സ്ഥലം. ഇവിടെ കയറാൻ വയ്യാത്തവർക്ക് ലിഫ്റ്റിൻ്റെ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതിലും നമുക്ക് യാത്ര ചെയ്യാം. ഈ സ്റ്റെപ്പ് വഴിയും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയും. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ലിഫ്റ്റ് ഇവിടേക്കാണ് കയറി വരുന്നത്. ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ചയാണ് ആകാശപാതയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. AC വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഈ റൗണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് വാഹനങ്ങളിങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന ആ രംഗങ്ങളൊക്കെ നമുക്ക് വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഈ ആകാശപാതയുടെ ചുറ്റ് നമുക്കറിയാം. ഇതേ രീതി കോട്ടയത്തും ഒരെണ്ണം നിർമ്മിക്കാനായിട്ട് അക്ഷരനഗരിയിൽ ഒരെണ്ണം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ തുരുമ്പെടുക്കുന്നു. സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ഇത് പ്രാവർത്തികമായി എന്നുള്ളതാണ് ഇതിൻ്റെ ആ ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. എത്ര വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. ആകാശത്തിൻ്റെ ആ നീലിമയിൽ, ആ നീലിമ നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വളരെ രസാവഹമായിട്ടുള്ള ഒരു സന്തോഷം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കാണാം. ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടി
കോട്ടയത്ത് ചെയ്തതുപോലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല കാറ്റൊക്കെയുള്ള ഒരു സന്തോഷ സുദിനം. ഇതിൻ്റെ മുകളിൽ നിന്നാൽ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന ആ റോഡിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഈ നടപ്പാതയുടെ മുകളിൽ നിന്നാൽ ഈ ദൃശ്യങ്ങളെല്ലാം നന്നായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിനും ഒക്കെ പോകാൻ, കാലിക്കട്ട് പോകാൻ, ഗുരുവായൂർ പോകാനെല്ലാം ഈ റൗണ്ടിൽ എത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. വലിയ ഹോട്ടലുകളുടെയൊക്കെ ദൂരദൃശ്യങ്ങളും ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. വാഹനങ്ങളെല്ലാം ഈ റൗണ്ട് ഔട്ടിലൊരു സുന്ദരമായൊരു കുളം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നല്ല പച്ചപ്പോട് കൂടി അതും നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ വരുന്നവർ ഈ തൃശ്ശൂരിൽ വരുന്ന സമയത്ത് ഇതിലേക്ക് കയറുവാനും കുറച്ച് സമയം ചിലവഴിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ലഭിക്കും. ഇതൊക്കെ പബ്ലിക്കാണ്. ഇതിനൊന്നും പ്രത്യേക പാസുകളൊന്നും വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. നന്നായ ഒരു പദ്ധതി തന്നെ. ഇതിൽ കൂടി നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഇത് ടൈലുമൊക്കെ ഇട്ട് വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ഇതിനകത്തേക്ക് കടന്നു വരാനുള്ള വഴികളുണ്ട്. ഇവിടെ എല്ലാം ലിഫ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടൊക്കെ ഈ ലിഫ്റ്റിലുമൊക്കെ ഇതിലോട്ട് നമുക്ക് കടന്നു വരാം. അതിൽ AC ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. എല്ലാ റോഡിൻ്റെയും മൗത്തിൽ നമുക്ക് ചെല്ലുന്ന സമയത്ത് ആ റോഡുകൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെയും സ്വരാജ് ഗ്രൗണ്ടിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം ശക്തൻ തമ്പുരാൻ നഗറിൽ നിന്നുള്ള ആ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇതിൻ്റെ ഈ നടപ്പാതയുടെ മുകളിൽ നിന്ന് നമ്മളത് കാണുമ്പോഴാണ് അതിൻ്റെ രസം. അത്ര രസാവഹമായിട്ടുള്ള ഒരു അവസ്ഥ. ഇതിൻ്റെ മറ്റൊരു കോണിൽ നിന്നിട്ടുള്ള ദൃശ്യമാണ്. നമ്മൾ കയറിയ ആ സ്ഥലം, ആ സ്റ്റെയർ കേസ് ഉൾപ്പെടെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. എത്ര മനോഹരം, എത്ര രസാവഹമാണ്, എത്ര സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ. എന്തായാലും ഇതൊരു മുതൽക്കോട്ട് തന്നെയാണ്. ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സാംസ്കാരിക നഗരിക്ക് എന്നും ഇതൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതിന് സംശയം വേണ്ട. വളരെയധികം ആളുകളാണ് ഇതിലേക്ക് ഇങ്ങനെ കടന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ലിഫ്റ്റുകളൊക്കെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. വാഹനങ്ങളിങ്ങനെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദര നഗരം തൃശ്ശൂർ. എല്ലാവരും തിരക്കിലാണ്. ആ തിരക്കുമായി വാഹനങ്ങളും, ഇത്രയും വെയിലുണ്ടായിട്ടും ജനങ്ങളും ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. എത്ര രസാവഹമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച. ഒരുപാട് ആളുകളാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ അറിയാം എത്രയോ ആളുകൾ ഇത് കാണാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കയറുന്നുണ്ട്. സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് അതെല്ലാം കാണുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ എൻട്രൻസാണ്. മൂന്നാമത്തെ എൻട്രൻസിൽ കൂടി കയറി വരുന്ന സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള അതും നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ എൻട്രൻസാണ്. ഇതിൻ്റെ വിവിധ ദൃശ്യങ്ങളും മനോഹരമാണ്. ഇതിൽ കൂടെ തന്നെ വട്ടം കറങ്ങിയുള്ള യാത്ര എത്ര രസാവഹമായ കാഴ്ചയാണെന്നറിയാമോ. നമ്മൾ എവിടെ കയറിയോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പം വന്നിട്ടുള്ളത്. കാഴ്ചകളുടെ
ഒരു സുന്ദര പറുദീസ. അതാണ് തൃശ്ശൂരിലെ ഈ നടപ്പാതയുടെ മുകളിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാൻ കഴിയുക. എല്ലാവരും എത്തണം ഇവിടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നേരമെങ്കിലും ഒന്ന് ചിലവഴിക്കുക. അതിൻ്റെ ഒരു സൗന്ദര്യം. നമുക്ക് കൊടുങ്ങല്ലൂരൊക്കെ പോകുന്ന ആ റൂട്ടിൽ ഇതുവഴി ഹൈവേയിലേക്കും ഒക്കെ ഇറങ്ങാനുള്ള റൂട്ടാണ്. അതിൻ്റെ മുകളിൽ ഈ ആകാശപാതയുടെ മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യങ്ങളാണിത്. നമുക്കവിടെ ദൂരെ കാണാം തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഒരു പള്ളിയുടെ ദൃശ്യമൊക്കെ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം വളരെ, ഇതിൻ്റെ ആകാശക്കാഴ്ച തന്നെ വളരെ ഏറ്റവും നല്ല ഒരു ആകാശ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുക. വീണ്ടും ഇതിൻ്റെ ചുറ്റും നടന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയും. ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണിത് ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ മറു സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എത്ര രസകരമാണ്. കാഴ്ചകളെല്ലാം ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം കാണുന്നത്. നിങ്ങളിത് കാണുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ കഴിയും എന്നുകൊണ്ട് തോന്നലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് കടന്നു വരാം. വളരെ രസമാണ്. അപ്പോൾ നാലാമതൊരു എൻട്രൻസാണിത്. നാലാമത്തെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. നാലാമത്തെ എൻട്രൻസാണിത്. നാലാമത്തെ എൻട്രൻസിൽ കൂടിയുള്ള കടന്നുവരവാണ്. ലിഫ്റ്റിലുമുണ്ട്. എല്ലാ സ്ഥലത്തും ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം ആളുകളാണ് ഇതിനകത്ത് ഒരു ഉല്ലാസം എന്നുള്ള രീതിയിൽ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ലിഫ്റ്റ് കയറി വരുന്നത് നമുക്ക് കാണാം. എത്ര മനോഹരം ഈ കാഴ്ചയെ. റൗണ്ടിൽ വാഹനങ്ങൾ വന്ന ആളുകളെ ഇറക്കുന്നതും എല്ലാവരും തിരക്കിലാണ്. ആരുമില്ല. നമുക്കറിയാം ആളുകളൊക്കെ ഇങ്ങനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നെട്ടോട്ട് ഓടുന്ന ആ രംഗങ്ങളാണിതെല്ലാം. എത്ര മനോഹരമല്ലേ. അഞ്ചാമത്തെ എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അഞ്ചാമത്തെ എൻട്രൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്ത മറ്റൊരു റോഡിലേക്ക്, ഈ റൗണ്ടിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാനായിട്ട് ഇത് വാടാനപ്പള്ളി പോകുന്ന റൂട്ടാണ്. പച്ചപ്പുകളും ഒക്കെ ആയിട്ട് എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ടു നോക്കിയെങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഈ മനോഹര ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. എത്ര മനോഹരമായ ദൃശ്യങ്ങൾ. ഈ ആകാശപാതയിൽ കയറിയാൽ ഇതിൻ്റെ വട്ടത്തിൽ നടന്ന വിവിധ തരത്തിൽ വിവിധ ദൃശ്യങ്ങൾ, വിവിധ അവരുടെ ആ ആളുകളുടെയൊക്കെ യാത്ര കാണുമ്പോൾ എല്ലാവരും അങ്ങ് തിരക്കിലാണ്. നമ്മൾ വീണ്ടും അതിന് മുകളിൽ നിന്ന് നടന്ന് വീണ്ടും തൃശ്ശൂർ ഓണം ഫെസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മളൊരിക്കലും അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ മുകളിൽ നിന്നാൽ ആ യാത്രയൊന്നും ഒരു അധികമായി നമുക്ക് തോന്നില്ല. അത്ര രസാവഹമായ യാത്ര. ഇതിൽ കൂടിയൊക്കെ വട്ടം കറങ്ങി ആകാശപാതയിലൊരു യാത്ര കഴിഞ്ഞ് നമ്മളിവിടേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള പല വീഡിയോകളും നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ കാണാൻ കഴിയും. എപ്പോഴും ഈ കാണുന്ന വീഡിയോയെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയണം, കമൻറ്റ് രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയാത്ത പല കാഴ്ചകളും മറ്റുള്ളവർക്ക് വന്ന് കാണുന്നതിനൊരു പ്രചോദനവുമാവും എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരു നന്മയുള്ള പ്രവർത്തനമായിട്ടൊക്കെ കണ്ടാൽ മതി. മനസ്സിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ച. കയറിയ ആ ഒരു വാതിലിൽ തന്നെ നമ്മൾ തിരിച്ച് ഇതിൽ നിന്നിറങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ നന്നായ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു.